ബ്രോ ഇവിടെ വന്ന് അന്വേഷിക്കും ബ്രോ, സത്യം അന്വേഷിക്കും ബ്രോ പറഞ്ഞിട്ട് കുറേ കമന്റുകൾ വേറെ ഇതിലൊക്കെയോ ഇടുന്നുണ്ട്. ആ കമന്റുകളൊക്കെ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത്, എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് അത്ര യൂട്യൂബേഴ്സ് ഇങ്ങോട്ട് വരീൻ. ഞാൻ അതന്നെ പറയണത്, വായോ ഇവിടെ വന്ന് നീ വീഡിയോ എടുക്ക്. ആരുടെയൊക്കെ സത്യങ്ങൾ നിനക്ക് പുറത്ത് എൻ്റെ ഇക്കാൻ്റെ ആൾക്കാരുടെ അടുത്ത് സത്യം കുറെ ഉണ്ടാക്കാൻ നോക്കി, അവരുടെ എടുത്തോ, എന്നെ എടുത്തോ, എൻ്റെ മക്കളെയും വിട്ടിട്ട് നീ വീഡിയോ എടുത്തോ. നിനക്ക് കുറെ കണ്ടന്റ് കിട്ടും. അവിടെ വന്നാല് കുറേ കണ്ടന്റ് കിട്ടും. വായി പൊളിച്ച നുണകളുള്ള കണ്ടന്റ് കിട്ടും, വായി പൊളിച്ച സത്യങ്ങളുള്ള കണ്ടന്റ് കിട്ടും. അതുപോലെ തന്നെ വേറെ വേറെ നിനക്ക് കണ്ടന്റ് കുറേ കിട്ടും. നിന്റെ അക്കൗണ്ട് നല്ല റീച്ച് ആവും. ആരാണോ മുന്നിട്ട് ഇറങ്ങണേ അവര് ഫസ്റ്റ് വന്ന് വീഡിയോ എടുത്തോളി. ഞാനും വരാം വീഡിയോന്റെ മുന്നിൽ, എന്നെ എടുത്തോ, എൻ്റെ കഴിഞ്ഞിട്ട് അവരുടെ സെക്ഷൻ എടുത്തോ. ആരൊക്കെയാണ് വീഡിയോന്റെ മുന്നിൽ നിന്ന് സംസാരിക്കണമെന്ന് എനിക്ക് കാണാം. ഷാജി ഒരു തെളിവില്ലാണ്ട് സംസാരിക്കില്ല. ഷാജി ആരുടെ അല്ലെങ്കിൽ ആരുടെ അടുത്തും ഒരു കൊണാപ്പന്മാരുടെ അടുത്തും ഷാജി പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. ഷാജിന്റെ അടുത്ത് ഇങ്ങോട്ട് തന്നിട്ടുമില്ല. അതുകൊണ്ട് പണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് എല്ലാവരും പേടിയുണ്ടായിരുന്നു. അമ്മാവന്മാരായിക്കോട്ടെ വേറുള്ളവരായിക്കോട്ടെ ബാക്കി എല്ലാവരും പേടിച്ചിട്ട് എന്നെ ജീവിച്ചത്. ഇന്നൊരാളെ എനിക്ക് പേടിക്കണ്ട. കാരണം ഇന്ന് അവന്മാരുടെ ഒന്നും ചെലവിലല്ല ഞാൻ കഴിയണത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ പറയുന്ന നാട്ടുകാർ, ഈ പറയുന്ന നാട്ടുകാരും എല്ലാം എനിക്ക് ചെലവ് നടന്നത്. ഈ പറയുന്ന മഹല്ലക്കാരും എല്ലാം എനിക്ക് ചെലവ്. നിങ്ങൾ പറയണ്ടായിരിക്കും, നാളെ മരിച്ചാൽ ഖബറിലേക്ക് എടുക്കേണ്ട മഹല്ലക്കാരാണ്. എടോ ഞങ്ങളെ വരിപ്പണം കെട്ടണ്ടോ, ഞങ്ങൾ വരിപ്പണം കെട്ടിയിട്ടാണ് ഞങ്ങളുടെ ഖബറിലേക്ക് എടുക്കണത്, അല്ലാണ്ടല്ലല്ലോ. ഞങ്ങളിപ്പോൾ എൻ്റെ ഇക്ക മരിച്ച് 2 വർഷത്തെ അവിടെ നിന്നിട്ടുള്ള വരിപ്പണം ഞാൻ കെട്ടണം. ഞാൻ ഇപ്പോൾ സെക്രട്ടറിനോട് ചോദിച്ചപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനും എന്തും ഷാജിദയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ലൈവ് ഞാൻ ഇന്നലെ ഞാനായിട്ടൊരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഷാജിദ ഇനിയെങ്കിലും നിർത്ത്, വെറുതെ എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ സ്വന്തം വീട്ടുകാരെയും സ്വന്തം കൂടെ പറപ്പുകളെയും ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ വെറുതെ എന്തിനാണ് വീഡിയോ ഇടുന്നത്? സ്വയം വില കളയാന്നല്ലാതെ യാതൊരു കാര്യമില്ല. ഭയങ്കര അഹങ്കാരത്തോടു കൂടി ഭാവത്തോടെ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നിനക്കത് ഇതാവുന്നത്? നിങ്ങൾ കമൻറ്റ് ഇട്ടോ, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് റീച്ചാണ് മുഖ്യം, ബിഗിലേ എന്ന് പറഞ്ഞ പോലെ രേണു സുധി കാണിക്കുന്നത് പോലെ ഇവളും ആ ഒരു തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു വിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതിന് വേണ്ടിയിട്ടാണെങ്കിലും നല്ല രീതിയിൽ കിട്ടില്ല. അല്ലാതെ വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് വെറും കുറ്റം മാത്രമാക്കിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് നേടിയെടുക്കുന്നത്? നീ ഈ ചെയ്യുന്ന വീഡിയോകളിലൂടെ ആ മക്കൾക്കും കൂടിയാണ് അത് ബാധിക്കുന്നത്. ആ മക്കൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. നിൻ്റെ ഈ ഇത് കണ്ടിട്ടല്ലേ ആ മക്കൾ വളരണത്. എപ്പോഴും ഈ ഒരു ഇത് എൻ്റെ ഉമ്മ ഇങ്ങനെ കുറ്റം പറയാം. ആ മക്കൾ സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്തും ഈ ഒരു കാര്യങ്ങളാണ് കാണുക. അവർക്ക് എന്തുമാത്രം ലജ്ജാകരമായിരിക്കും. അവർക്ക് ഇനി വളരും തോറും ആ മക്കളിപ്പോൾ ചെറുപ്രായമാണ്, ഇനി വളരും തോറും ആ മക്കൾക്കും അത് പ്രശ്നമായിരിക്കും. അപ്പോൾ ഇനിയെങ്കിലും നിർത്ത്. നീ നിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും മക്കളുടെ വിശേഷങ്ങളൊക്കെ ഇടുവാണെങ്കിൽ ആളുകൾ അത് ഒരുപാട് അംഗീകരിക്കും. അല്ലാതെ വെറുതെ എന്തിനാണ് ഇങ്ങനെ സ്വയം നാറിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. എന്നോട് പറഞ്ഞത് അവിടെ നിന്നുള്ള വരിപ്പണം എത്രയാണോ അത് കെട്ടണം. എടോ അത് ഞങ്ങൾ കെട്ടിയിട്ട് ആണേ. അതിപ്പോ നീ ഈ ശത്രുക്കളയിൽ നിൽക്കുന്ന ആൾക്കാർ വേണ്ട, ജാതി മതം വേണ്ട, വലിച്ചു കുഴിച്ചിടാൻ ആരെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്ന പോലെ ഈ ഖബറിൽ കൊണ്ട് ഇടണ്ടേ, അപ്പോഴൊക്കെ നാട്ടുകാർ വേണ്ടേ, അപ്പോഴൊക്കെ പള്ളിയിലത്തെ മഹല്ലക്കാര് വേണ്ടേന്ന് ചോദിക്കണവർക്ക് എനിക്ക് പറയാനുള്ളത്, അവരും പണം ഉണ്ടോ, പൈസ അടച്ചിട്ടുണ്ടോ, വരിപ്പണം ഇത്ര കെട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ മരിച്ച വ്യക്തികളുടെ കുടുംബത്തിൽ നിന്ന് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, ആരെ കെട്ടാൻ തയ്യാറെന്ന് പറഞ്ഞാൽ അവരിന്നൊക്കെ മേടിച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അതുകൊണ്ട് മരിച്ചു പോകുമ്പോഴും കൂടി പൈസ വേണം. എന്താ പറയുക, നമ്മുടെ സിൽത്താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരിച്ചു പോകുമ്പോഴും കൂടി നമ്മൾ പൈസ ഉണ്ടാക്കി. സത്യാണ്. ഇപ്പൊ എൻ്റെ ഇക്കാന്റെ അത്ത എപ്പോഴും പൈസ മാറ്റി വെക്കായിരുന്നു. എന്താണ്, നാളെ ഞാൻ മരിച്ചാൽ എൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ, എൻ്റെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ എൻ്റെ പൈസ, ഞാൻ എടുത്തു വെച്ച പൈസ അത് മതി. അതുപോലെ തന്നെ എൻ്റെ ഇക്കാന്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മാന്റെ പെട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അത് അവർ മാറ്റി വയ്ക്കായിരിക്കും. കാരണം നാളെ മേലൊക്കെ ആ മയ്യത്ത് നിർത്തിയിട്ട് മുന്നിൽ തല്ലുകൂടണ്ട പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും. അത് സത്യമാണ്. നമുക്കുള്ളത് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ 5 എണ്ണത്തിന് വളർത്തുന്നുണ്ട്. ഈ 5 എണ്ണത്തിനൊക്കെ വളർത്തിയിട്ട് നാളെ മേലൊക്കെ നിനക്ക് അടി കിട്ടും പറയും. ആ അടി മേടിക്കാൻ നമ്മളെന്തിനാ കിടക്കണത്? ഇപ്പൊ ഞാനൊന്ന് ചെയ്യണ്ടല്ലോ, ഞാനൊരു കാര്യം എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നുണ്ട്, അതെന്റെ കടമയാണ്.
അതുകൊണ്ട് നാളെ നിന്നെ ഞാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വരുമ്പോൾ പലതും നമ്മൾ വിളിച്ചു പറയും. പലതും എനിക്ക് വയ്യ, മടുത്തു, അങ്ങനെ ഇങ്ങനെ, നിന്നെ ഞാൻ അങ്ങനെ അല്ലടെ നോക്കണേ, ഇങ്ങനെ എല്ലാം പറയും. അതൊക്കെ അല്ലേ നമ്മുടെ സ്ട്രെസ്, നമ്മൾ ഹൈ ലെവലിൽ നിൽക്കുന്ന സ്ട്രെസ്, നമ്മുടെ കാര്യങ്ങൾ, ഇതൊക്കെ ദേഷ്യവും എന്താ പറയുക, നമുക്ക് ആ സമയത്ത് തോന്നുമ്പോൾ നമ്മൾ ഓരോന്ന് വിളിച്ചു പറയും. പക്ഷേ എങ്കിലേ നമ്മുടെ മക്കള് നമ്മളെ തിരിച്ചിങ്ങോട്ട് നോക്കും എന്നുള്ള ലെവലിലല്ല എൻ്റെ മക്കളെ ഞാൻ നോക്കണം. അത് ഇപ്പോഴും ഞാൻ പറയാം, ഇനി എത്ര കാലം വേണമെങ്കിലും ഞാൻ പറയും. എനിക്ക് ഇങ്ങോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ അങ്ങോട്ട് ചെയ്യണത്. അത് മക്കൾക്കായാലും വേറുള്ള ആൾക്കാരായാലും ആർക്ക് സഹായിക്കുകയാണെങ്കിലും ആർക്കൊരു 10 റുപ്യ കൊടുക്കുകയാണെങ്കിലും ആ 10 റുപ്യ എനിക്ക് തിരിച്ചു കിട്ടും പറഞ്ഞിട്ടുള്ള പ്രതീക്ഷയിലല്ല ഞാൻ ആ 10 റുപ്യ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു 500 ഒരാൾക്ക് കൊടുത്തു, അയാൾ കിട്ടും, നമുക്ക് തരാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ്, അത് കിട്ടും. ഞാനത് മനസ്സറിഞ്ഞ് കൊടുത്തതാണെങ്കിൽ ആ സാധനം ഞാൻ തിരിച്ചു വാങ്ങില്ല. പിന്നെ എന്നെ പറ്റിക്കാൻ നോക്കിയവരുടെ അണ്ണാക്കിൽ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ മേടിക്കും. എന്നെ പറ്റിക്കാൻ നോക്കിയവരനെ ഞാൻ മനസ്സറിഞ്ഞ് കൊടുത്ത സംഭവം നീ വെച്ചോ, അത് നീ നേരാവേ ഉള്ളൂ. കാരണം അത് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞിട്ട് തരുന്നത്. പക്ഷേ നീ എൻ്റെ അണ്ണാക്കിൽ എന്നെ പറ്റിക്കാനുണ്ടാക്കി പൈസ ഉണ്ടാക്കിയിട്ട് നീ മുങ്ങി നടന്നാൽ അതൊരിക്കലും നീ നേരാവില്ല. അതിനുള്ള നീ അപ്പുറത്ത് അനുഭവിച്ചേ പോവൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. വീതമ്മാമ ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ, പ്രശ്നമൊന്നുമില്ല. നീ അനുഭവിക്കോടി, നീ അങ്ങനെ ആക്കോടി, ഇങ്ങനെ ആക്കൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ തിരിച്ചും അവിടെ ശിക്ഷ അനുഭവിക്കാൻ അവരും തയ്യാറായി നിൽക്കണം. ഓക്കെ, അമ്മയായി പെശനോ, അമ്മ അനിയത്തിമാരെ പെശനോ, വീട്ടുകാര് പെശനോ ഇങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ടും പെശനോ ഉണ്ടാക്കും. ഓക്കെ, പെശനോ ഇങ്ങോട്ട് ഏത് പെശനോ ഇല്ലാത്ത വീടാ ഉള്ളത്? ഒന്ന് കാണിച്ചു തരോ സക്കരിയ? ഇത് ഖുറാനിന്റെ മുകളിൽ ഒന്നും വെക്കാൻ പാടില്ല. ആരോ മോനെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ കണ്ടോ, ഇപ്പോഴും സ്വന്തം ഉമ്മാനെയും അതുപോലെ അനിയത്തിമാരും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഷാജിദ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. വേറെ വീട് വെക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനത് മാറ്റിയെടുക്കും, അങ്ങനെ ഇങ്ങനെ സ്വന്തം വീടായിട്ട് ഇനി മാറുള്ളൂ എന്നുള്ള തരത്തിലാണ്. എന്തിനാണ് അങ്ങനെ അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാലോ, അവരെന്തെങ്കിലും ഇത്ര നീ പറയുന്നുണ്ട് എന്നെ വെട്ടാൻ വരുന്നു, എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, അതിനുള്ളിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്തിനാ ഇത്ര റിസ്ക് എടുത്തിട്ട് അവരെ പറയിപ്പിക്കാൻ വേണ്ടി നീ അവിടെ ഇരിക്കുന്നത്? ഈ 5 ആൺമക്കളല്ലേ, അവരെയും കൊണ്ട് സുഖമായിട്ട് വാടക വീടെടുത്ത് താമസിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയ്ക്ക് മാത്രം വെല്ലുവിളിച്ചിട്ടോ ഇത്രയ്ക്ക് മാത്രം അവരെ വേദനിപ്പിച്ചിട്ടോ ഒന്നും അവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഇന്ന് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്, എന്തെല്ലാം ഇതുണ്ട് നമുക്ക് താമസിക്കാൻ. ഇവള് പറയുന്നുണ്ട് എല്ലാവരും ഞാൻ വാടകയ്ക്ക് ഇരുന്നാണ്, എനിക്ക് അതിൻ്റേതൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വാടകയ്ക്ക് ഇരുന്നാൽ പോരെ, എന്തിനാണ് ആ ഉമ്മാനെയും അനിയത്തിമാരെയും ഇതാക്കുന്നത്? അപ്പോൾ നിൻ്റെ ഉമ്മയും അനിയത്തിമാരും അത്രയ്ക്ക് മാത്രം നിന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാഗത്തും എന്തെല്ലാം മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവർ വെറുക്കുന്നതും അവരിങ്ങനെയൊക്കെ കാണിക്കുന്നതും. ഇപ്പോൾ മക്കൾ നിനക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് എങ്കിൽ ആ മക്കൾ നിന്നെ പേടിച്ചിട്ടാണ്. ആ മക്കളുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും അവരെന്തോ ഭയക്കുന്നുണ്ട്, എന്തോ അവർക്ക് ഉള്ളിൽ പേടിയുണ്ട്. ഇനി എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതൊന്നും ശരിയായ കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, ഒരു നടക്കും ഇത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്വന്തം തള്ളയും സ്വന്തം കൂടപ്പറപ്പുകളെയും ഇങ്ങനെ വെല്ലുവിളിച്ച് അവരെ ഇതാക്കിയിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് തന്നെ ഞാൻ ജീവിക്കും, ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് അതാണ് ഇതാണ്, ഞാൻ മക്കളെ കണ്ടിട്ടല്ല ഞാൻ ഇതാകണത്, എനിക്ക് 5 മക്കളെ കണ്ടിട്ടല്ല ഞാൻ മക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ തീർന്നില്ലേ ഷാജിദ? എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തീർന്നില്ലേ? ഈ പറയുന്ന മക്കളും അതുപോലെ തന്നെ ഈ പറയുന്ന ഉമ്മയും അനിയത്തിമാരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ദേഷ്യത്തിൽ ആദ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും. നീ എന്തൊക്കെ വയ്യാണ്ട് കിടന്നപ്പോഴൊക്കെ ആ ടോൺസസിൻ്റെയൊക്കെ ഇതായ സമയത്ത് ഉമ്മ വന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിൻ്റെ ഉമ്മയല്ലേ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് മനസ്സിലാക്കണം ഷാജിദ്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരും, കണ്ടു നോക്കൂ. നമ്മളിപ്പോൾ ഒരു തലക്കുന്ന വൃത്തിയാക്കി തുടങ്ങിയാലും മറു തലക്കുന്ന അവർ വലിച്ചിടും, ബാക്കിയുള്ളത് ചെയ്യും. പക്ഷേ ഇനി ഷാജി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വേണം, ഏതൊക്കെ രീതിയിൽ എനിക്കൊരു വീട് വയ്ക്കുന്നത് വരെ, അല്ലാണ്ട് എനിക്ക് ഇവരുടെ കാര്യങ്ങളൊന്നും, എനിക്ക് ഇവരുടെ ഈ പറയുന്ന 8 സെന്റ് ഭൂമിയും ഈ 8 സെന്റിലെ ഈ വീടും എനിക്ക് ആവശ്യമില്ല. ഓക്കെ, ഞാനിത് തിന്നൂല്ല, എനിക്ക് തിന്നാ ദഹിക്കൂല, എൻ്റെ മക്കൾക്ക് തിന്നാലും ദഹിക്കില്ല. പക്ഷെങ്കില് ഷാജിക്ക് ഒരു വീടും സ്ഥലം ആവുന്നത് വരെ ഷാജി ഇവിടെ ഇരിക്കും. അത് ഷാജിന്റെ വാശിയാണ്. 15 കൊല്ലായിട്ട് ഷാജി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ കടന്ന് അഴിഞ്ഞാടണ അനിയത്തിമാരായിരുന്നു. അവിടെ നിന്ന് തല്ലൂട, ഇവിടെ വന്നിരിക്കുക, 1.5 കൊല്ലം ഇവിടെ ഇരിക്കുക, 2 കൊല്ലം എന്താണ് തൊഴിലുറപ്പിന് പോണ ഉമ്മ, 10-15 ആയിരം അക്കൗണ്ടിൽ കിടക്കണ ഉമ്മ,
ബാക്കിയുള്ളവരുടെ അടുക്കള ചട്ടി മോറാനും ബാക്കിയുള്ളതിനും പോണ ഉമ്മ. എപ്പോഴും ഉമ്മ പണിയെടുത്തോണ്ടേ ഇരിക്കണം, മക്കളെ പോറ്റിക്കൊണ്ടിരിക്കണം, മക്കളെ കഴിഞ്ഞ പേരക്കുട്ടികളെ പോറ്റിക്കൊണ്ടേ ഇരിക്കണം. തള്ളിക്കോട്ടെ, നോ പ്രോബ്ലം. എനിക്ക് ഇങ്ങോട്ട് താ പറഞ്ഞിട്ട് ഞാൻ വരും. ഷാജി അങ്ങട്ടേ തള്ളിയിട്ടുള്ളൂ. ഷാജിൻ്റെ അടുത്ത് ഉള്ളതൊക്കെ അങ്ങോട്ടേ ഷാജി കൊടുത്തിട്ടുള്ളൂ. ഇങ്ങോട്ട് ഒരാളുടെ അടുത്ത് ഞാൻ തള്ളിയിട്ട് മേടിക്കലുമില്ല. എനിക്കോട്ട് വേണ്ടേനി. ഞാനില്ലേ അപ്പുറത്തെ തെരുവിൽ പോയിട്ട് പിച്ച അമ്മ തായേ പറഞ്ഞിട്ട് പിച്ചെടുത്താലും ഇവരുടെ മുന്നിൽ ഞാൻ കൈ നീട്ടില്ല. അതെൻ്റെ ഒരു വാശിയാണ്. അങ്ങനെ കൈ നീട്ടേണ്ട അളവിൽ ഞാൻ ഞാൻ മണ്ണിൻ്റെ അടിയിലായിരിക്കും. അത് എനിക്ക് എൻ്റെ കൽബിൽ ഉറച്ച ഒരു സത്യമാണ്. ഇവരുടെയൊക്കെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ എനിക്ക് വരുത്തിയാൽ ഞാൻ അന്ന് മണ്ണിൻ്റെ അടിയിൽ പോകും. എന്നാലും ഞാൻ ഇവരുടെ ഒരു ഉറുപ്പ്യ വാങ്ങി തിന്നില്ല. അതെൻ്റെ വാശിയ. എൻ്റെ ഇക്കുള്ള കാലം മുതലേ എന്നെ പഠിപ്പിച്ച ഒരു സംഭവമാണ്. ഒരാളുടെ ഏതെങ്കിലും ഇക്കാലം ഫ്രണ്ട്സുകളെ വേറുള്ളവരുത്ത കടം മേടിച്ചാലും സ്വന്തം കുടുംബം, കുട്ടികൾ, ബാക്കിയുള്ള നാട്ടുകാർ തെണ്ടികളുടെ അടുത്ത് കടം മേടിക്കേ ചെയ്യരുത്. അത്രേ പറയാനുള്ളൂ. നിങ്ങൾ മേടിച്ച ആൾക്കാരാണെങ്കിലും എനിക്ക് പറയാനുള്ളത് അതൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഗുണാന്ന് കണക്കുണ്ടാവും. അവളെ എനിക്ക് അത്ര മേടിച്ചു തരുന്നില്ല അവരുടെ പാട്ട് പാടി നടക്കണ്ടാവും. പക്ഷെ നിന്റെ മുന്നിൽ വിളിച്ചിട്ട് ഹായ് ഷാജി സുഖല്ലേ, എന്താണ് വിശേഷം പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരാണ്. നമുക്ക് അത് അറിയില്ലടോ. നമ്മൾ അങ്ങനെയല്ല ജീവിച്ചിരിക്കുന്നത്. എനിക്കുള്ളത് മുഖത്ത് നോക്കി പറയണം. നിന്റെ അടുത്ത് സ്നേഹമാണെങ്കിൽ ആ മുഖത്ത് നോക്കി കാണിക്കും. നിന്റെ അടുത്ത് ദേഷ്യമാണെങ്കിലും ഞാൻ അത് മുഖത്ത് നോക്കി ദേഷ്യം കാണിക്കും. എനിക്ക് ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കാൻ എനിക്കറിയില്ല. എനിക്ക് അതിൻ്റെ പേരിൽ നിങ്ങൾ എൻ്റെ വട്ടത്തിയാണ്, വേറുള്ളതാണ്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് മരുന്ന് കഴിക്കുന്നവളാണ്, ഭ്രാന്തിയാണ്, ഭിത്തിയാണ്, എന്ത് പറഞ്ഞാൽ നോ പ്രോബ്ലം. ഞാൻ ഇങ്ങനെയാണ്. ഇതാണ് ഷാജി, ഇതായിരുന്നു ഷാജി, ഇതാവണം. ഷാജിനെ 4-5 മാസം ഈ പറയുന്ന പോലെ വായടക്കി ഇരുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ അനിയത്തി പറയും നീ ഇങ്ങനെ മതി, ഇങ്ങനെ മതി. എന്താണ് ഷാജി വായ തുറന്നാൽ സത്യങ്ങൾ കാണുന്നത് ഇങ്ങനെ വിളിച്ചു പറയും. അത് എൻ്റെ ശരിയാണ്. ഒരു പെണ്ണിന് ബോൾഡ് ആവണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും അത്ര നല്ലതായിട്ടൊക്കെ നോക്കിയും കണ്ടും നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നത്തിലൂടെ പോകുന്നതിനേക്കാളും അവരെ ഇതാകാതെ വേറൊരു വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല വരുമാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ എന്തിനാണ് അവരുടെയും കൂടി സമാധാനം കെടുത്താൻ അവിടെ തന്നെ നിന്ന് ഒരു വാശിയുടെ പുറത്ത് ഇങ്ങനെ നിന്ന് സ്വയം ജീവിതം കളയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം വീടായിട്ടേ ഞാൻ അവിടെ നിന്ന് വിട്ടു പോവുള്ളൂ. ശരിയാണ്, എന്തെങ്കിലും കാരണത്താൽ ആ ഉമ്മാക്ക് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ മരിക്കുക, പ്രായമൊക്കെ ആയ ആളാണ്, 10-60 വയസ്സായ ആളാണെന്ന് പറയുന്നത്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റുമോ ഷാജി? അപ്പോൾ അതും കൂടി ചിന്തിക്കണം. ശരിയാണ്, ഉമ്മമാരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. കുറച്ചൊക്കെ എന്നാലും ചിന്തിക്കണം. എല്ലാം നമ്മൾ ഉമ്മമാർ പറയണത് എല്ലാം നമ്മൾ ഇതാകേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ ശരിയാണെങ്കിൽ നമ്മൾ അവരെ വേദനിപ്പിക്കാതിരിക്കുക, നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. നിന്നെ മാത്രം വെറുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിൻ്റെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഷാജിദ നന്നായി നിന്നിട്ട് ഒന്നില്ലെങ്കിൽ വീട് താമസിക്കുക, അല്ലെങ്കിൽ ആ മക്കളെയും കൊണ്ട് മാറി താമസിക്കുക. എത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും അവിടെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന് എത്ര വാശി എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാനുള്ളത്. അതുപോലെ എനിക്ക് ഒരുപാട് കമൻസും വന്നു. അതിലും ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൾക്ക് പ്രാന്താണ്, ഇവൾക്ക് വട്ടാണ്, ഇവള് സ്വയം ഇതാവണം, റീച്ചിന് വേണ്ടി പലതും കാണിച്ചു കൂട്ടുകയാണ്, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഷാജിദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവള് വെറുതെ ഒരു ഇത് ചെയ്യുവാണ്, ഞങ്ങൾക്കറിയാം, ഇവള് പ്രാന്തിയാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകളൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത് നല്ലതായിട്ട് നിൽക്കാൻ നോക്കുക. വെറുതെ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ വന്ന് ബളബളാന്ന് വന്നിട്ട് പറയുന്നതിനേക്കാളും നമ്മളായിട്ട് നിൽക്കാൻ നോക്കുക. ഞാൻ എൻ്റെ ഉമ്മാനും എൻ്റെ കൂടപ്പറപ്പുകളെയും വേണ്ടി തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റവും വരും പോകുന്നുള്ള ഒരു വാശി, അത് നല്ലതിനല്ല, അത് നമുക്ക് നല്ലതിനല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് പോകാൻ നോക്കുക. പിന്നെ കുറേ പേര് ഈ റിയാക്ഷൻ ചെയ്യുന്നവരെ കുറ്റം പറയുന്നത് കൊണ്ട് റിയാക്ഷൻ ചെയ്യുന്നവർ ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കും. ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിലും ആരുടെ ആണെങ്കിലും തെറ്റ്
തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ അതെടുത്ത് പ്രതികരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ഈ റിയാക്ഷൻ എന്നുള്ളൊരു ഇത് നിർത്തിക്കൂടെ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ റിയാക്ഷൻ വീഡിയോയും അവർ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതവർ എടുത്ത് പറയും. അപ്പോൾ അതിന് വെറുതെ കുരുപൊട്ടിട്ടോ റിയാക്ഷൻ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.